ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇന്ന് ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് എല്ലാ ദിവസത്തിലും ഉപരിയായി ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നോട് കരുണ കാണിക്കുന്ന ദിവസമാണ്. കർത്താവ് നിന്റെ ജീവനെ സംരക്ഷിക്കും. ഇനിയുള്ള ജീവിതം കർത്താവിന് സമർപ്പിക്കുക. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ഈ ലോകവും അതിലെ സമസ്തവും വേർപെട്ടു പോകും. എന്നാൽ കർത്താവ് എന്നേക്കും നിലനിൽക്കുന്ന വിശ്വസ്തനായ ദൈവമാണ്. അതിനാൽ ഇന്ന് നീ ഈ വിശ്വസ്തനായ ദൈവത്തെ കൂട്ടുപിടിക്കുക. അവിടുത്തെ സന്നിധിയിൽ ആശ്രയിക്കുക. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക. നിന്റെ ജീവിതം എന്നേക്കുമായി ധന്യമാകും. ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി അവിടത്തേക്ക് സ്വന്തമായി വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ മേൽ ആധിപത്യം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദുഃഖവും നിരാശയും വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും ചിന്തയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 74:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ. അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു. മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ. ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. ദൈവമേ, ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ച് ഉറപ്പിക്കണമേ. ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നു എന്ന് ഓർക്കണമേ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം, അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഒരു പുതിയ ദിവസം നൽകി, പുതിയ പ്രഭാതം നൽകി, പുതിയ അനുഭവം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിഹാരം കാണാൻ കഴിയാത്ത വിഷയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ മർദ്ദന ഭീതികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നീ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ആരും ഒരിക്കലും ലജ്ജിതരാകാൻ നീ അനുവദിക്കല്ലേ. നിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾ പരിഹസിക്കപ്പെടാൻ അനുവദിക്കരുതേ. കർത്താവേ, എല്ലാം ഉപേക്ഷിച്ച് നിന്റെ പാത പിൻചെല്ലുമ്പോൾ, നിന്റെ ശുശ്രൂഷയ്ക്കായി ജീവിക്കുമ്പോൾ നിന്റെ മക്കൾ അനാഥരാകാൻ പാടില്ല. നിന്റെ മക്കൾ ലജ്ജിക്കാൻ പാടില്ല. ദൈവമേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്റെ സഹായവും അത്ഭുതവും ഞങ്ങളിൽ ഇന്നുണ്ടാകട്ടെ. ഞങ്ങളുടെ നിരാശയും വേദനയും മാറ്റി എന്നേക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആനന്ദം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങയുടെ ഞങ്ങളോടുള്ള ഉടമ്പടി ഇന്ന് ഓർക്കണമേ. നീ ഞങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളെ ഓർക്കണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന വാഗ്ദാനം നീ ഓർക്കണമേ. ഇന്ന് ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ന്യായം വാദിച്ചു തരണമേ. ദുഷ്ടർ ഞങ്ങളുടെ നേരെ അധിക്ഷേപ വാക്കുകൾ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് നിന്നിൽ ആശ്രയിച്ചിട്ട് ഞങ്ങൾക്ക് എന്തുണ്ട്, ഞങ്ങൾ എന്ത് നേടി, എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യത്തിന്
കർത്താവേ, നീ തന്നെയാണ് ഉത്തരം. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ തന്നെയാണ് പരിഹാരം. ഞങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവേ, ഏക പരിഹാരം നീ മാത്രമാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. എന്നാൽ ആ പ്രശ്നത്തെ ഓർത്ത് ഞങ്ങൾ ഇന്ന് അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നിന്റെ മക്കളെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ. ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്ന ദിവസമാക്കി മാറ്റണമേ. ഇന്നുവരെ ഞങ്ങൾ ജീവിച്ച ജീവിതത്തെക്കാളും അർത്ഥപൂർണമായ ജീവിതം ഇനി മുതൽ ജീവിക്കുവാൻ എൻ്റെ കർത്താവേ, ഞങ്ങളിലുള്ള കുറവുകളെ നീ കാണിച്ചു തന്ന്, ഞങ്ങളിലുള്ള അയോഗ്യതകളെ കാണിച്ചു തന്ന് നീ ഞങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണമേ. ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നും നന്മകൾ നേടിയെടുക്കാൻ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ, അത് ഉപയോഗിക്കുവാൻ കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരമപരിശുദ്ധനായ ദൈവമേ, എന്നേക്കും അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്രകളുടെ തടസ്സങ്ങൾ മാറ്റി നല്ലൊരു സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് നിനക്ക് നന്ദി പറഞ്ഞ് നിന്നോടൊത്ത് ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതഭാരം ഏറ്റെടുത്ത് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന മാറ്റി ഇനി സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് കർത്താവേ, ഒത്തിരി കടമകൾ നിറവേറ്റാനുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ, മറ്റുള്ളവർക്കൊരു മാതൃകയാകുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട് നീ ആഗ്രഹിക്കുന്ന നന്മകൾ കൈവരിക്കുന്നതിനും, നിന്നെ പ്രീതിപ്പെടുത്തുന്നതിനും, നിന്നിൽ ആനന്ദം കൊള്ളുന്നതിനും, ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുന്നതിനും, ഞങ്ങളുടെ ജീവിതം കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നതിനും ഇന്ന് നീ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി കർത്താവേ, പാപമോചനം നൽകി ഇന്ന് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നീ ഇടവരുത്തണമേ. നിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ ധന്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കൊന്നിനും കുറവുണ്ടാകരുതേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും ഓരോ വ്യൂവറിനെയും സബ്സ്ക്രൈബറിനെയും ഒന്നിനും കുറവില്ലാത്തവരായി നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരിലേക്കും ദൈവകൃപ കടന്നു വരാൻ, തടസ്സങ്ങൾ മാറ്റുന്നതിനു വേണ്ടി നിരന്തരം അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്ക. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നീ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിന്നോടൊപ്പം ഉണ്ടാകട്ടെ. നിനക്ക് വിജയം നൽകി അവിടുന്ന് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.